എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി താവളം സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സജ്ജമാക്കുന്ന മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുലിഖിതം. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. ഈ നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ സ്വീകരിക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മ നിറവുണ്ട്. ഇതാ 1-2 വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷീല സിബി. ഖത്തറിൽ നിന്നും ആണ് ഞാൻ എൻ്റെ സന്തോഷം എഴുതി അറിയിക്കുന്നത്. എൻ്റെ പ്രശ്നം കഴിഞ്ഞ 5 വർഷമായി എനിക്ക് കൂടെ കൺവെൽഷൻ എന്ന രോഗമുണ്ടാകുന്നു. ഞാനൊരു നേഴ്സാണ്. ഡ്യൂട്ടിക്കിടയിലും റോഡിലൂടെ നടന്നു പോകുമ്പോഴും പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ ബോധം കെട്ട് വീഴുന്നു. ഒത്തിരി ഡോക്ടർമാരെ കണ്ട് ഈ രോഗത്തിന് വേണ്ടി ചികിത്സ തേടിയിട്ടുണ്ട്. ചെയ്യാത്ത ടെസ്റ്റുകളില്ല, പോകാത്ത ആശുപത്രികളില്ല. എല്ലാവരും പറയണത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഈ രോഗത്തെ ഓർത്ത് ഞാൻ മാനസികമായി വളരെ പിരിമുറുക്കത്തിലായിരുന്നു. ഒരിക്കൽ ടെലിവിഷൻ തുറന്നപ്പോൾ ഇതാ ടെലിവിഷനിൽ ദൈവവചന പ്രഘോഷണം, അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിനുള്ള